എന്നെ ഇവിടുത്തെ LDF പ്രവർത്തകർ എന്നെ വധിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എൻ്റെ ജീവൻ പോലും ഭീഷണിയിലാണ് നിൽക്കുന്നത്. എൻ്റെ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് എനിക്ക് ആശ്രയം. ഇവിടുന്ന് മിക്കവാറും എൻ്റെ ഡെഡ് ബോഡി ആയിരിക്കും കൊണ്ടുപോകുന്നത്. ഞാനിങ്ങനൊരു കേസിൽ പ്രതിയല്ല. എനിക്കങ്ങനെ ആവാനും കഴിയത്തില്ല. ഈ ബഹുമാനപ്പെട്ട കളക്ടർ ഇന്നലെ ഈ ആറോട് ചോദിച്ചല്ലോ, ശാന്തകുമാറിന് എന്തെങ്കിലും കേസുണ്ടോന്ന്. ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്ക്. എന്റെ നോമിനേഷൻ തള്ളിക്കോ, എനിക്ക് കുഴപ്പമില്ല. കേസിൽ ഞാൻ പ്രതിയല്ല. എനിക്ക് അങ്ങനെ കഴിയില്ല. എന്നെ ഇങ്ങനെ തേജോവധം ചെയ്യല്ലേ. എന്റെ അച്ഛൻ ഇല്ല, എന്റെ അമ്മ മാത്രമേ എനിക്കുള്ളൂ. ഇവിടെ പോലീസ് പറഞ്ഞെന്താണ്, ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ നോട്ടീസ് കണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പോലീസിൻ്റെ നോട്ടീസ് വാങ്ങി. പോലീസിൻ്റെ മേശപ്പുറത്തെ നോട്ടീസ് ഞാൻ എടുത്തു. ഇതാണ് നോട്ടീസ്. അതിനകത്ത് കൊലക്കേസ് പ്രതി സ്ഥാനാർത്ഥി. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് 2 ആഴ്ച മുമ്പ് ഈ തട്ടയിൽ രാമേന്ദ്രൻ്റെ കുടുംബക്കാർ എന്നെ സമീപിച്ചിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ താല്പര്യമില്ല, ഞങ്ങൾക്ക് വികസനത്തിൻ്റെ പേര് തന്നെ വോട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഇത് ഒരു സംഭവം അറിയാത്ത കാര്യത്തിനകത്ത് ഇപ്പോൾ ഈ നോട്ടീസ് അടിച്ചിറക്കിയത് അവർ തന്നെയാണ്, കോൺഗ്രസ്സുകാർ തന്നെയാണ് അടിച്ചിറക്കുക. അവരുടെ സഭയ്ക്കകത്ത് 2 തർക്കമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ തന്നെ അച്ചടിച്ചിറക്കിയിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് സിമ്പതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ വിതരണം ചെയ്തിട്ട് ഞങ്ങളുടെ ആളുകളുടെ പേരിൽ ആരോപിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടൂരിലെ UDF സ്ഥാനാർത്ഥി ശാന്തകുമാറിനെതിരെ കേസെടുക്കാൻ ജില്ലാ കളക്ടറെ നിർദ്ദേശം വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന് ആരോപിച്ചാണ് നടപടി. അപവാദ പ്രചരണം എന്നാരോപിച്ച് ശാന്തകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ ദൃശ്യമാണ് നമ്മൾ നേരത്തെ കണ്ടത്. മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന ചട്ടം ശാന്തകുമാർ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കലക്ടറുടെ നടപടി. CV ശാന്തകുമാറിനെ കൊലക്കേസ് പ്രതിയാക്കിയുള്ള ലഘുലേഖ പ്രചരിപ്പിച്ചതിൽ CPI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഈ കല്ലേരി രാമചന്ദ്രൻ എന്ന് പറയുന്നത് 2018 ഒരു കൊലക്കേസാണ്. ഈ കല്ലേരി രാമചന്ദ്രനെ കൊന്നതിൽ 1-ാം പ്രതിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ് ഈ നോട്ടീസിൽ വന്നത്. ജിമ്മി, ഇങ്ങനൊരു കൊലക്കേസിൽ അദ്ദേഹം പ്രതിയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള വല്ല ധാരണയും നേരത്തെ ഉണ്ടായിരുന്നോ? ഇതൊരു പഴയ സംഭവമാണ്. ഈ പഴയ സംഭവത്തിൽ ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് ബന്ധമില്ലെന്നുള്ള വേറെ പല പല കഥകളൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം ആ കരച്ചിലാണ്. കൊഞ്ചം ഓവർ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത്രയും കരയാനുണ്ടോ എന്ന് എനിക്ക് സംശയം. ശരിയാണ്, ഒരു സ്ഥാനാർത്ഥിക്ക് രംഗമൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ എനിക്ക് ആ കരച്ചിൽ പഴയ TV രാജേഷിന്റെ കരച്ചിൽ ഓർമ്മ. എനിക്ക് എന്തൊക്കെയോ എനിക്ക് ഓർമ്മ വന്നു. ഓക്കെ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് കരച്ചിലിനെ കുറിച്ച് അധികം പറയാൻ സമയം